ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സ്ട്രെസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് മീനിങ് ആൻഡ് ഡെഫിനേഷൻ. എന്താണ് സ്ട്രെസ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അക്കോർഡിംഗ് ടു റിച്ചാർഡ് എസ് ലാസറസ്, സ്ട്രെസ് ഈസ് എ കണ്ടീഷൻ ഓർ ഫീലിംഗ് experienced when a person perceives that demands exceed the personal and social resources the individual is able to mobilize. എന്തിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്? അതൊരു കണ്ടീഷനാണ്, ഒരു മാനസിക നിലയാണ്, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ്. അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തി എങ്ങനെ നോക്കിക്കാണുന്നു, നമ്മുടെ ഡിമാൻഡ്, നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിസോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതിനേക്കാൾ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഈസ് ഏബിൾ ടു മൊബിലൈസ്. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ മൊബിലൈസ് ചെയ്യേണ്ടി വരും. ഇതിനെ തന്നെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എന്താ? ട്രൈസ് ടു അഡ്ജസ്റ്റ് ടു ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസ് ഓർ കണ്ടിന്യൂലി ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് അറൗണ്ട് ഹിം. ഓരോ വ്യക്തിയുടെയും ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റൻസസിനെ ഓവർകം ചെയ്യാൻ അതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ബോഡി പുട്ട് ടു എക്സ്ട്രാ വർക്ക് റിസൾട്ടിങ് ഇൻ wear and tear. In other words, our body is stressed. അപ്പോൾ സ്ട്രെസ് ഡിസ്റ്റർബ്സ് ദ ബോഡി നോർമൽ വേ ഓഫ് ഫങ്ഷനിങ്. ഓവറായിട്ട് നമ്മൾ സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി പോലും അതിൻ്റെ ഫങ്ഷനിങ്ങിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഹെൽത്തിനെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെ. അക്കോർഡിംഗ് ടു സൈക്കോളജിസ്റ്റ്, എക്സ്ട്രീം സ്ട്രെസ് കണ്ടീഷൻസ് ആർ ഡെട്രിമെൻ്റൽ ഹ്യൂമൻ health, but moderate stress is normal and in many cases proves useful. കാരണം ചില കാര്യങ്ങൾക്ക് നമുക്ക് സ്ട്രെസ് ആവശ്യമാണ്, പക്ഷെ അത് ഓവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നു. റാപ്പിഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഹ്യൂമൻ ആക്ടിവിറ്റി, എവ്രിബഡി ഫേസ് വിത്ത് ന്യൂമറസ് കോസസ് ഓഫ് സ്ട്രെസ്. പല കാരണങ്ങൾ കൊണ്ടാണ് പലരും ആ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ സ്റ്റിമുലസ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടൊരു സ്റ്റിമുലസ് ആണ്. മെൻ്റൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക, സൈക്കോളജിക്കൽ റിയാക്ഷൻ ദാറ്റ് മേ ലീഡ് ടു ഇൽനെസ്. നമുക്ക് അസുഖകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു മാനസിക സ്ഥിതിവിശേഷം തന്നെയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2 മാർക്സിന് നോക്കേണ്ടത് വാട്ട് ഇസ് ഓർ ഡിഫൈൻ സ്ട്രെസ് എന്താണെന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദ ബോഡീസ് നോൺ സ്പെസിഫിക് റെസ്പോൺസ് ടു എനി ഡിമാൻഡ് മെയ്ഡ് ഓൺ ഇറ്റ്. അവിടെ എന്ത് നമുക്ക് ആവശ്യങ്ങൾ വന്നാലും നമുക്കവിടെ പ്രത്യേകിച്ച് അതൊന്നും നിറവേറ്റാൻ പറ്റാതിരിക്കുക എന്നൊരവസ്ഥയും സ്ട്രെസ്സിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി എത്ര തരം സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഫസ്റ്റ് വൺ, മെൻ്റൽ സ്ട്രെസ്. എന്താണ് മെൻ്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബേസിക് ഓഫ് ഓൾ സിംറ്റംസ് ആൻഡ് ഇൻഡിക്കേഷൻസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷണം തന്നെയാണ് ഈ മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് കോഗ്നിറ്റീവ് തിങ്കിങ് ഈസ് അഫക്റ്റഡ് ബൈ മെൻ്റൽ സ്ട്രെസ്. നമുക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ലോജിക്കലായി ചിന്തിച്ച് അതിനൊരു ആൻസർ കൊടുക്കണം എന്ന് പോലും നമ്മുടെ ആ ഒരു കോഗ്നിറ്റീവ് തിങ്കിങ്ങിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നതിനെയാണ് മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ദ മൈൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അക്നോളജിങ് സ്ട്രെസ് ആസ് സംതിങ് ഗുഡ് ഓർ ബാഡ്. കാരണം ആ ഒരു കാര്യം നല്ലത് അല്ലെങ്കിൽ ചീത്ത അതിനെക്കുറിച്ച് അറിയാൻ പോലും നമ്മുടെ മാനസികാവസ്ഥയിൽ നമുക്ക് തയ്യാറാവാതിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. എ പേഴ്സൺ ഹു ഈസ് മെൻ്റലി സ്ട്രെസ്ഡ് കനോട്ട് തിങ്ക് പ്രോപ്പർലി ആൻഡ് ഈസ് നോട്ട് ഏബിൾ ടു ഗെയിൻ കോൺസെൻട്രേഷൻ. നമുക്കൊന്നിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. അതേപോലെ തന്നെ നമുക്ക് കൃത്യമായ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ, ഇതെല്ലാം മെൻ്റൽ സ്ട്രെസ്സിൻ്റെ ഭാഗമാണ്. കോൺസ്റ്റൻറ്റ് വറിയിങ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ടു. കൂടാതെ എന്നും നിരന്തരമായിട്ട് നമ്മൾ വിഷമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ വരിക. ആൻഡ് സേ എ ബോസ് ഹു നീഡ്സ് ടു മേക്ക് എ ഡെസിഷൻ വെദർ ടു റീറ്റെയിൻ ഓർ ടെർമിനേറ്റ് എ പുവർലി പെർഫോമിംഗ് എംപ്ലോയി വിൽ ഫീൽ മെൻ്റലി പ്രഷർഡ് ബിക്കോസ് ദ ഡെസിഷൻ മേക്കിംഗ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ പെർഫോമൻസ് പോരെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് അവർ നമ്മളെ ഔട്ടാക്കുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ ആ ഒരു സ്ട്രെസ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് നല്ലതായിട്ടും വരാം, മോശമായിട്ടും വരാം. ഒരു പ്രഷർ ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോവുകയാണെങ്കിൽ ആ ഒരു മെൻ്റൽ സ്ട്രെസ് കൊണ്ട് പ്രശ്നം വരുന്നില്ല. രണ്ടാമതാണ് ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇമോഷണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് മെൻ്റൽ പ്രഷർ ആൻഡ് ടെൻഷൻ. മാനസികാവസ്ഥ നമ്മുടെ തകരാറിലാവുമ്പോൾ ഒരു മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് ആ ഒരു മെൻ്റൽ സിംറ്റവുമായി കണക്ട് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് വൺ ഈസ് വറീഡ്, ദിസ് ഈസ് എ കണ്ടീഷൻ ഓഫ് ദ മൈൻഡ് ഫോളോസ് ദ ഫീലിംഗ് ആങ്ഷ്യസ് ആൻഡ് അൺകംഫർട്ടബിൾ.
ഓൾറെഡി മെൻ്റൽ സ്ട്രെസ്സുള്ള ഒരാൾക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആയിരിക്കുക, അയാൾ തീരെ കംഫർട്ടബിൾ അല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള റേസിംഗ് തോട്ട്സ് ഓഫ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നില്ല. വി ടെൻ ബിക്കംസ് റെസ്റ്റ്ലെസ് ആൻഡ് പാനിക്കലി. നമുക്കപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ റെസ്റ്റ്ലെസ് ആവുക, നമുക്കൊന്നും അടങ്ങിയിരിക്കാൻ കൂടി പറ്റാത്തതിൽ വളരെ വിഭ്രാന്തി കാണിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുക. അതിന് ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് ഫുൾ കൺഫ്യൂഷൻ ആവുക, പെർപ്ലെക്സ്ഡ് ആവുക, പേഴ്സൺ ബിക്കംസ് ഇറിറ്റേറ്റബിൾ ആയിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക. ഇമോഷണൽ സ്ട്രെസ് ഓൾസോ മാനിഫെസ്റ്റഡ് ത്രൂ നെർവസ്നെസ്. നമ്മൾ ഭയങ്കരമായിട്ട് നെർവസ് ആവുക, പറയുമ്പോഴേക്കും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നൊരവസ്ഥ, ഭയങ്കര പരിഭ്രാന്തരാവുന്നൊരവസ്ഥയൊക്കെ, ലോൺലിനെസ് ഫീൽ ചെയ്യുക. ബോത്ത് മൈൻഡ് ആൻഡ് ഫീലിങ്സ് ആർ ഹെവി കൺട്രോൾ ആൻഡ് ഹാൻഡിൽ സ്പെഷ്യലി ഡ്യൂറിങ് മൊമെൻറ്റ്സ് ഓഫ് സ്ട്രെസ്. നമുക്ക് ആ ഒരു സ്ട്രെസ്സ് വരുന്നൊരു സമയത്ത് നമ്മുടെ മനസ്സും ശരീരമൊക്കെ തന്നെ, മൈൻഡും ഫീലിങ്സൊക്കെ വെരി ഹെവി ടു കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുക. ഇതിനാണ് ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത്. മെൻ്റൽ ആൻഡ് ഇമോഷണൽ സിംറ്റം ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ ആസ്പെക്റ്റിനെയാണ്. ഫിസിക്കൽ സ്ട്രെസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഓഫ് ദ ബോഡി ടു ദ കോസസ് സ്ട്രെസ് ആൻഡ് അതർ സിംറ്റംസ്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി സിസ്റ്റം അതിൻ്റെ ഫങ്ഷൻസിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുക. ഈ ഒരു നെർവസ്നെസ് കാർഡിയോ വാസ്കുലർ ഫങ്ഷൻസിനെ അഫക്റ്റ് ചെയ്യുക. നമ്മുടെ ശ്വാസോച്ഛ്വാസനെയും ഹൃദയ സംബന്ധമായ കാര്യങ്ങളെയൊക്കെ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുകൾ വരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നം കാരണം അത് ശരീരത്തിനെ കൂടി പലവിധ അസുഖങ്ങളിലേക്ക് തള്ളിയിടുന്നൊരവസ്ഥയിലേക്ക് പോവാം. പിന്നെ വരുന്നതാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. യൂസ്ട്രെസ് എന്ന് പറയുമ്പോൾ അതൊരു ഷോർട്ട് ടേം സ്ട്രെസ് ആണ്, പക്ഷേ ഇമ്മീഡിയറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് സ്ട്രെങ്ത്. ഈ ഒരു സ്ട്രെസ് അറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇൻക്രീസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഓവറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുമ്പോൾ, ഭയങ്കരമായിട്ട് നമ്മൾ എന്തൂസിയാസം ഉണ്ടാകുമ്പോൾ, ഭയങ്കര ക്രിയേറ്റീവ് ആവുന്ന സമയത്ത് ഇതൊരു പോസിറ്റീവ് സ്ട്രെസ് ആണ്. ആൻഡ് ദാറ്റ് അറൈസ് വെൻ മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ ആർ നീഡഡ്. ഇവിടെ കൂടുതലായിട്ടൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ ആവശ്യമുള്ള തരത്തിലുള്ള സ്ട്രെസ്സിനാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. എ ജിംനാസ്റ്റ് എക്സ്പീരിയൻസ് യൂസ്ട്രെസ് ബിഫോർ എ കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷന് മുന്നേ തന്നെ ഒരു ജിംനാസ്റ്റിന് ആ ഒരു യൂസ്ട്രെസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുക. ഭയങ്കര ആവേശമായിട്ട് വരുന്നൊരു കാര്യം. അതൊരു ഹെൽപ്ഫുൾ ടൈപ്സ് ആണ് ഈ സ്ട്രെസ്സിൻ്റെ തന്നെ. ഈ ഒരു സ്ട്രെസ്സിൽ എക്സ്പീരിയൻസ് റൈറ്റ് ബിഫോർ വി നീഡ് ടു എക്സേർട്ട് ഫിസിക്കൽ ഫോഴ്സ്. ഒരു ഫിസിക്കൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മസിൽസിനെയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം, നമ്മുടെ ഹാർട്ട് ആൻഡ് മൈൻഡ് ഫോർ സ്ട്രെങ്ത് നീഡഡ് ഫോർ വാട്ട് എവർ ഈസ് എബൌട്ട് ടു ഒക്കർ. എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ മസിൽസും ഹാർട്ടും അതിൻ്റെ ആ സ്ട്രെങ്ത് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റിയതാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രെസ് ഉണ്ട്. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇതൊരു നെഗറ്റീവ് സ്ട്രെസ് ആണ്, ബ്രോട്ട് എബൌട്ട് ബൈ കോൺസ്റ്റൻറ്റ് റീഅഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓർ ഓൾട്രേഷൻസ് ഇൻ എ റുട്ടീൻ. നമ്മളുടെ ദിനചര്യയിൽ മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭയങ്കര ഡിസ്ട്രെസ് ആയിരിക്കും, അല്ലേ? നമ്മൾ എന്നും സ്ഥിരമായി ചെയ്യുന്ന ചില സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക കുറേ കാര്യങ്ങൾ, പക്ഷേ അതൊന്നും ആ സമയത്ത് നടക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരിക, അപ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും. അതിനാണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് ഫീലിംഗ് ഓഫ് ഡിസ്കംഫർട്ട് ആൻഡ് അൺഫെമിലിയാരിറ്റി. നമുക്കത് പുതിയതിനൊന്നും ഉൾക്കൊള്ളാനോ ഒരു പരിചയം തോന്നാത്തൊരവസ്ഥ, വളരെ ഡിസ്കംഫർട്ടായിരിക്കുന്നത്. 2 ടൈപ്സ് ഓഫ് ഡിസ്ട്രെസ് ഉണ്ട്. ഒന്ന് അക്യൂട്ട് സ്ട്രെസ് ഉണ്ട്, അതായത് ഇൻറ്റൻസ് സ്ട്രെസ് ദാറ്റ് അറൈവ്സ് ദ ഡിസപ്പിയേഴ്സ് ക്വിക്കലി. പെട്ടെന്ന് തന്നെ അത് വരും പോവുകയും ചെയ്യും. അതിനാണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ക്രോണിക് സ്ട്രെസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നല്ല, അത് കുറച്ച് ആഴ്ചകളും മാസങ്ങളും ചിലപ്പോൾ വർഷം വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള സ്ട്രെസ്സാണ് ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. someone who is constantly relocating and changing jobs may experience distress. അതായത് ചില ആളുകൾക്ക് തുടർച്ചയായിട്ട് അവരുടെ ജോലി കാര്യങ്ങൾ എക്സ്പീരിയൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിക്കൊണ്ടേ കോൺസ്റ്റൻ്റ് ആയിട്ട് റീലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്ക് അത് ഇങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡിസ്ട്രെസ് ഈസ് വൺ ഓഫ് ദ നെഗറ്റീവ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്. ഈ ഒരു ടൈപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ആൻഡ് ബോഡി രണ്ടും വെൻ ദ നോർമൽ റുട്ടീൻ കോൺസ്റ്റൻ്റ്ലി അഡ്ജസ്റ്റഡ് ആൻഡ് ആൾട്ടേർഡ് ആവുമ്പോൾ വരുന്ന ഒരു സ്ട്രെസ്സാണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. ദ മൈൻഡ് ഈസ് നോട്ട് കംഫർട്ടബിൾ വിത്ത് ദിസ് റുട്ടീൻ. നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്ന് വേർപെട്ട് വേറൊന്നിലേക്ക് പോകുമ്പം അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ. ദീസ് ആർ ആക്ച്വലി 2 ടൈപ്സ് ഓഫ് ഡിസ്ട്രെസ്, അക്യൂട്ട് സ്ട്രെസ് ആൻഡ് ക്രോണിക് സ്ട്രെസ്. ഇനി 6ാമത്തെ പോയിൻ്റാണ് അക്യൂട്ട് സ്ട്രെസ് എന്താണെന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഈ ഒരു ടൈപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇമ്മീഡിയറ്റ്ലി വിത്ത് എ ചേഞ്ച് ഓഫ് റുട്ടീൻ. നമ്മുടെ ആ റുട്ടീൻ അതിൽ പെട്ടെന്ന് മാറ്റം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അക്യൂട്ട് സ്ട്രെസ്. ഇൻറ്റൻസ് ടൈപ്പ് ഓഫ് സ്ട്രെസ് തന്നെയാണ്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത.
ഇത് ബോഡിയിൽ നിന്ന് വേ ഓഫ് ഗെറ്റിംഗ് എ പേഴ്സൺ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടേക്ക് ഇൻവെൻട്രി ഓഫ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ടു മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഈസ് ഓക്കെ. നമുക്കത് ഒന്ന് ഉറപ്പ് വരുത്താൻ പറ്റും എല്ലാം കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്ന അവസ്ഥയാണ് അക്യൂട്ട് സ്ട്രെസ്സിൽ പറയുന്നത്. ക്രോണിക് സ്ട്രെസ് എന്ന് പറയുമ്പം ഇതൊരു ഇവിടെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് ചേഞ്ച് ഓഫ് റുട്ടീനാണ്. കാരണം ഓരോ ആഴ്ച കഴിയുമ്പോഴും നമുക്ക് സ്വൈരമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എപ്പോഴും 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 ഇങ്ങനെ നമുക്കൊരു വളരെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അത് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കും. ഇതിനെയാണ് ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് സമൺ ഹു കോൺസ്റ്റൻ്റ്ലി ഫേസസ് മൂവ്സ് ഓർ ജോബ് ചേഞ്ചസ്. കണ്ടിന്യൂസ് ആയിട്ട് ജോബ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, കുറേ മൂവ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. മൂവ് പറഞ്ഞ മാറ്റങ്ങൾ, ഓരോന്നും ഇങ്ങനെ സ്ഥിരമായി നിൽക്കാൻ പറ്റാതെ മാറി മാറി നിൽക്കുന്നൊരവസ്ഥ. അപ്പോഴൊക്കെ അവിടെ ഒരു സിറ്റുവേഷനോട് നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്തൊരവസ്ഥ. ഇതിനെയാണ് ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്. ഹൈപ്പർ സ്ട്രെസ് പറയുന്നത് ഇൻഡിവിജ്വൽ ഈസ് പുഷ്ഡ് ബിയോണ്ട് വാട്ട് ഹി ഓർ ഷീ ക്യാൻ ഹാൻഡിൽ. നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ചില പരിധികളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ചെയ്യാൻ നിർബന്ധിതരാകുമ്പം അതിൻ്റെ മുകളിലുണ്ടാകുന്ന സ്ട്രെസ്സാണ് ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിസൾട്ട്സ് ഫ്രം ബീയിങ് ഓവർലോഡഡ് ഓർ ഓവർവർക്ക്ഡ്. ഒരാൾക്ക് പണി ചെയ്യാൻ ഇത്രേ പറ്റുള്ളൂ. അവരെ കൊണ്ട് കഠിനമായിട്ട് വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഓവർലോഡ് കൊടുക്കുമ്പോൾ ആ പരിധിയുടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് സ്ട്രെസ് ഫീൽ ചെയ്യും. ഇതിനെയാണ് ഹൈപ്പർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈവൻ ലിറ്റിൽ തിങ്സ് ക്യാൻ ട്രിഗർ ഓർ സ്ട്രോങ് ഇമോഷണൽ റെസ്പോൺസ്. അവർ പെട്ടെന്നായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഹൈപ്പോ സ്ട്രെസ് ആണ്. ഹൈപ്പോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് ഒക്കർ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ബോർഡ് ആവുമ്പം. മറ്റെവിടെ ഓവർലോഡ് കൊണ്ടാണ് ഹൈപ്പർ സ്ട്രെസ് വരുന്നതെങ്കിൽ വെച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഹൈപ്പോ സ്ട്രെസ്സിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ അൺചലഞ്ച്ഡ്, അവർക്ക് ഒരു മാറ്റങ്ങളും ഇല്ലാണ്ട് ജീവിതം ഇങ്ങനെ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പോകുന്നതിൻ്റെ ഫലമായിട്ടും അവർക്ക് ഹൈപ്പോ സ്ട്രെസ് ഉണ്ടായിരിക്കാം. പീപ്പിൾ ഹൂ എക്സ്പീരിയൻസ് ഹൈപ്പോ സ്ട്രെസ് ആർ ഓഫൻ റെസ്റ്റ്ലെസ് ആൻഡ് അൺഇൻസ്പയർഡ്. അവരെപ്പോഴും എന്താണ്, ഒരു ഇൻസ്പിറേഷനും ഒരു മോട്ടിവേഷനും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ടും വരുന്നതാണ് ഹൈപ്പോ സ്ട്രെസ്. എ ഫാക്ടറി വർക്കർ ഹു പെർഫോംസ് റെപ്പിറ്റേറ്റീവ് ടാസ്ക് മൈറ്റ് എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഇന്നും ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിലൊരു മടുപ്പ് വരുമ്പോൾ അവരെയും ബാധിക്കുന്നതാണ് ഹൈപ്പോ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പം നമ്മളിവിടെ പഠിച്ചത് സ്ട്രെസ്സിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷനും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സും. അതെന്തായാലും ഈ രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്ട്രെസ്സും 2 മാർക്കിൽ നമുക്ക് ചോദിക്കാം. വാട്ട് ഈസ് ക്രോണിക് സ്ട്രെസ് ചോദിക്കാം, ഡിസ്ട്രെസ് എന്താണ്, സ്ട്രെസ് എന്താണ്, ഹൈപ്പോ സ്ട്രെസ്, ഇതൊക്കെ ചോദിക്കാം. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നതാണ് ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ആ പേരിൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഹാർംഫുൾ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ റെസ്പോൺസസ് ദാറ്റ് occur when the requirements of the job do not match the capabilities, resources or needs of the worker. Job stress can lead to poor health, both mental and physical, and even injury. ജോബ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ട്രെസ്സാണ്. അതെങ്ങനെയാണ് ഒരാൾക്ക് ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് വരിക? നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്ന ജോബും നമ്മുടെ കഴിവും നമ്മുടെ റിസോഴ്സുകളും അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷനും അതെല്ലാം അതിനോട് മാച്ച് ആയിരിക്കണം. മാച്ച് അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒട്ടും അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയൊക്കെ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുന്നു, മീൻസ് മാറ്റങ്ങൾ ഉണ്ടാവുന്നു, നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നു എന്ന് പറയുന്നു. ഇനി എന്താണ് അങ്ങനെ ഒരു ജോബിലേക്ക് കയറുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരാനുള്ള കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ഹൈ വർക്ക് ലോഡ്. ഹൈ വർക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരിധികളുണ്ട്. ആ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് ഓവർലോഡഡ് ആവുമ്പം, ഹെവി വർക്ക് ലോഡ് വരുമ്പം, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെഡ് ലൈൻസ് അവർക്ക് കൊടുക്കുമ്പോൾ അവർ എത്ര ഓടിയാലും എത്തില്ല, അവരെത്ര കഷ്ടപ്പെട്ടാലും കിട്ടാത്ത ടാർഗറ്റുകളൊക്കെ കൊടുക്കുമ്പം അത് സ്ട്രെസ്സായിട്ട് മാറുന്നു. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ടു ദ പോയിന്റ് ഓഫ് എക്സോഷൻ, അനദർ ഈസ് ടൈഡ് ടു ദ കമ്പ്യൂട്ടർ. അപ്പോൾ ആ ഒരു എക്സോഷനിലേക്ക് എത്തുമ്പം വേറൊന്നിലേക്ക് വരുന്നു. ഷോയിങ് ലിറ്റിൽ റൂം ഫോർ ഫ്ലെക്സിബിലിറ്റി, സെൽഫ് ഇനീഷ്യേറ്റീവ്, റെസ്റ്റിന് ഒന്നിനും സമയം അവിടെ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹെവി വർക്ക് ലോഡ്, ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള റെസ്റ്റ് ബ്രേക്കുകൾ, ലോങ് വർക്ക് അവേഴ്സ് ഉണ്ടാവുക, ഷിഫ്റ്റ് വർക്ക് ഉണ്ടാവുക. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാവുമ്പോൾ സ്ട്രെസ് ഉണ്ടാവണം.
ഇനി നമ്മൾ ഭയങ്കര ഏബിളായ ആളുകളാണെന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കഴിവ് തെളിയിക്കാൻ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്കും നമ്മുടെ ആ ഓഫീസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെയും നമുക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കാം. അവിടെ ഇൻസഫിഷ്യൻ്റ് ആണ് വർക്ക് ലോഡ് എന്ന് പറയുന്നത്. മേക്കിംഗ് പീപ്പിൾ ഫീൽ ദാറ്റ് ദെയർ സ്കിൽസ് ആർ ബീങ് അണ്ടർ യൂസ്ഡ്. അതായത് എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടല്ലോ, എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മളോട് ചെല്ലുമ്പം നമ്മളുടെ ആ കഴിവൊന്നും വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാനുള്ള ഒരു അവസരവും അവർ തരാതിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻസഫിഷ്യൻറ്റ് വർക്ക് ലോഡ് ഉണ്ടാകുമ്പോൾ ജോബ് സ്ട്രെസ് ഉണ്ടാവാം. പിന്നെ പറയുന്നത് ഇൻഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. പിന്നെ കൃത്യമായിട്ട് വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാതെ ഡെസിഷൻ എടുക്കുക, അല്ലെങ്കിൽ അവർ വേണ്ട രീതിയിൽ ഓർഗനൈസേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസികളും ഇല്ലാതിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പം അവിടെ ഒരു ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് സ്റ്റൈലല്ല അവിടെ നടക്കുന്നത്. അങ്ങനെ ഇൻഇഫക്റ്റീവ് ആവുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഒരു സ്ട്രെസ്സ് ഉണ്ടാവുന്നു. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് വർക്ക് റോളുകളാണ്. വർക്ക് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ അൺസർട്ടൻ ജോബ് എക്സ്പെക്റ്റേഷൻസ്, നമ്മൾ പ്രതീക്ഷിച്ചതല്ല അവിടെ പോകുമ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്കതിനോട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പൊസിഷൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനോട് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുക, ഡിഫിക്കൾട്ടായിരിക്കുക, സീമിംഗ്ലി നോ വിൻ, നമുക്കവിടെ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വരിക. അപ്പോൾ അൾട്ടിമേറ്റ്ലി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാവുക. ആ ഒരു വർക്ക് ഡേയിൽ നമുക്ക് ഒരു തരത്തിലും ഒരു മനസ്സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകണമെങ്കിൽ അതും ഒരു കാരണമാണ്, വർക്ക് റോളിൽ വരുന്ന പ്രശ്നങ്ങൾ. കരിയർ കൺസേൺസ്, അതായത് റാപ്പിഡ് ചേഞ്ചസ് ഫോർ വിച്ച് വർക്കേഴ്സ് ആർ അൺപ്രിപ്പയർഡ്. പെട്ടെന്ന് നമ്മൾ പഠിച്ച ജോലിയൊക്കെ ആയി നമ്മൾ ഓക്കെ ആയി പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും പുതിയൊരു മാറ്റം വരിക. നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല, അൺപ്രിപ്പയർഡ് ആണ്. ആ ജോബ് ഇൻസെക്യൂരിറ്റി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരിക്കാം. എംപ്ലോയീസ് ഹാവ് റീസൺസ് ടു ഫീൽ വറീഡ് അബൌട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ദെയർ ഫ്യൂച്ചർ. അതായത് എൻ്റെ ഭാവി തന്നെ അവതാളത്തിലാവോ, ഞാൻ ഇതൊക്കെ പഠിച്ചു വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഈ ഒരു ചേഞ്ച് വന്നാൽ ഞാൻ ഇങ്ങനെ എങ്ങനെ ഓവർകം ചെയ്യും, ആ ഒരു ഫേമുമായിട്ട് എനിക്ക് ഒത്തു പോകാൻ പറ്റില്ലേ, ഓപ്പർച്യൂണിറ്റി ഗ്രോത്ത് ഒന്നും എനിക്കിവിടെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവുന്നില്ല, ഒരു പ്രൊമോഷനോ, അങ്ങനെയുള്ള ഒരു കാര്യത്തിലും നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ജോലിയിൽ നിന്ന് വിട്ട് നമുക്ക് ഭാവിയിലേക്ക് പോകാൻ പറ്റാത്തൊരു നമ്മുടെ ഒരു കരിയറിനെ നമ്മൾ കൂടുതൽ കൺസേൺ ചെയ്യുമ്പോൾ വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജോബ് സ്ട്രെസ് ഉണ്ടായിരിക്കാം. പുവർ വർക്കിംഗ് റിലേഷൻസ്, ഇനി നമ്മൾ അവിടെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡേഴ്സും അതുപോലെ തന്നെ അവരുടെ സബോർഡിനേറ്റും ലാക്ക് ഓഫ് ഇൻ്റർപേഴ്സണൽ സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ, ഒരു വളരെ മോശമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയി പോകുന്നൊരവസ്ഥയിലേക്ക് വരിക. പുവർ സോഷ്യൽ എൻവയോൺമെൻറ്റും ലാക്ക് ഓഫ് സപ്പോർട്ട് ഓർ ഹെൽപ്പ് ഫ്രം കോവർക്കേഴ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊന്നും നമ്മളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതിരിക്കുക, അവരൊന്നും നമ്മളെ കൂട്ടാതിരിക്കുക, അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക, ഒരുപാട് തെറ്റുകൾ കണ്ട് പറയുക, നമ്മളെ ഒറ്റപ്പെടുത്തൊരു സാഹചര്യം. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാൻ മടുപ്പാവുന്ന, അല്ലെങ്കിൽ ആരോടും നമുക്ക് സംസാരിക്കാനോ ഒന്ന് സോഷ്യൽ എൻവയോൺമെൻ്റ് ഒന്നും കിട്ടാതിരിക്കുമ്പോഴൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ജോബ് സ്ട്രെസ് ഉണ്ടാവുന്നു. ഇൻസഫിഷ്യൻ്റ് എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ്, ഇനി നമ്മൾ ജോലിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലാതിരിക്കുക, നമുക്ക് വേണ്ടത്ര ട്രെയിനിങ് കിട്ടാതിരിക്കുക, അപ്പോൾ ആ ജോബ് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് വരുമ്പം അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസോ ട്രെയിനിങ്ങോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ജോബ് സ്ട്രെസ് ഉണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാരണം ബ്ലെയിം കൾച്ചർ. എന്താണ് ബ്ലെയിം കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, a blame culture within business where people are afraid to get things wrong also causes stress. അതായത് നമ്മളൊരു ജോലി ചെയ്യുന്നു, എത്ര കൃത്യമായി ചെയ്താലും നമുക്കതിന് ഒരു റിവാർഡ് ഇല്ലെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ നന്നായി എന്ന് പറയാനുള്ള ഒരു വാക്കുകൾ പോലും തരാനില്ലാത്തതാണെങ്കിൽ, എന്ത് പറഞ്ഞാലും കുറ്റം മാത്രം കണ്ടെത്തുന്ന അല്ലെങ്കിൽ പഴി ചാരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ജോബ് സ്ട്രെസ്, കാരണം നമുക്ക് എന്തും ചെയ്യാൻ പിന്നെ അവിടെ പേടിയായി, കാരണം ഇത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളത് വന്നാലോ എന്ന് പേടിയുണ്ട്. ഒൻപതാമത്തേൽ മൾട്ടിപ്പിൾ റിപ്പോർട്ടിങ്. സ്ട്രെസ്സ് വരുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞത് യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ലാതിരിക്കുക. നമ്മൾ ഒരൊറ്റ ആളിൽ തന്നെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ, ഒന്നിലധികം ആൾക്കാരുമായിട്ട് ആർക്ക് എവിടെ എന്തൊക്കെ കൊടുക്കണം എന്ന് പോലും അറിയാത്തൊരവസ്ഥ വരിക. മൾട്ടിപ്പിൾ റിപ്പോർട്ടിംഗ് ലൈൻസ് ഓഫ് എംപ്ലോയീസ് വിത്ത് ഈച്ച് മാനേജർ ആസ്കിങ് ഫോർ ദിയർ വർക്ക് ടു ബി പ്രയോറിറ്റൈസ്ഡ്. അതായത് നമ്മൾ പല ആളുകളുടെ കീഴിൽ ഒരേ സമയം വർക്ക് ചെയ്യുമ്പം ഓരോ മാനേജേഴ്സും അവർക്ക് തന്ന ഡ്യൂട്ടി എവിടെ, അല്ലെങ്കിൽ എൻ്റെ റിപ്പോർട്ട് എവിടെ ചോദിക്കാൻ നമുക്ക് ആകെ മൊത്തം ഒരു സ്ട്രെസ് ഫീൽ ചെയ്യും. അതിനാണ് മൾട്ടിപ്പിൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ പുവർ ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ നമുക്ക് തരേണ്ടതായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് തരാതിരിക്കുക, അല്ലെങ്കിൽ കിട്ടാതിരിക്കുക, അത് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ വർക്കിൽ ഫെയിലിയർ ഉണ്ടായിരിക്കുക, നമ്മളതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്
നമ്മൾ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി മാറുകയോ ബിസിനസ്സിൽ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും എംപ്ലോയീസ് അറിയാതെ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാതെ ഇരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പം അവരുടെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് തന്നെ അൺസർട്ടൺ ആയിട്ട് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതിനൊക്കെയാണ് പുവർ ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മൾ അറിയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ കിട്ടാത്തത് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. പുവർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. പിന്നെ അവിടെ പറയുന്നത് എന്താണ്, ഫിസിക്കലായിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റ്. ഒരുപാട് ഭയങ്കര ചൂടുള്ള ഒരു സ്ഥലമായി മാറി, അല്ലെങ്കിൽ ഒരുപാട് തണുപ്പ്, അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിട്ടുള്ളത്, അങ്ങനെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നൊരു സ്ഥലത്തെ അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറും നമുക്ക് വളരെ പ്രധാനമാണ്. വളരെ അൺപ്ലസൻ്റ് ആയതും പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികൾ, ഫിസിക്കൽ കണ്ടീഷൻസ്, അതായത് ഭയങ്കര തിങ്ങി നിറഞ്ഞ ഒരു ക്രൗഡിങ് ആയിട്ട്, നോയ്സ്, എയർ പൊല്യൂഷൻ, അതുപോലെ എർഗോണമിക് പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ വളരെ സ്ട്രെസ്സായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ രണ്ടാമത് നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് ജോബ് സ്ട്രെസ്സും അതിൻ്റെ കോസസും. ഇനി ഈ ഒരു വർക്ക് സ്ട്രെസ് ഉണ്ടാവുമ്പോഴുള്ള പരിണിത ഫലങ്ങൾ, കോൺസിക്വൻസസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. വർക്ക് സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫിസിയോളജിക്കൽ ഇഫക്റ്റുകൾ ഉണ്ടാവുക. ഫിസിയോളജിക്കൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്കത് വിസിബിളി തന്നെ അവരുടെ ബോഡിയിൽ തന്നെ, നമ്മുടെ ശരീരം തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മുടെ മെറ്റബോളിസത്തിനെ ബാധിക്കുക, ഹാർട്ട് ബീറ്റ് കൂടുക, ഹൈ BP ഉണ്ടായിരിക്കുക, എപ്പോഴും തലവേദന നമുക്ക് വിട്ടുമാറാതെ വരിക, ഓവറോൾ പെർഫോമൻസ് നമ്മൾ മൊത്തത്തിൽ തന്നെ അങ്ങോട്ട് ഡൗൺ ആവുന്നൊരവസ്ഥ, നമുക്ക് ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല, ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാറ്റിലും നമ്മൾ പിന്നാക്ക് പോകുന്നൊരവസ്ഥ, ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല വർക്ക് സ്ട്രെസ്സും ഫിസിക്കൽ പ്രോബ്ലംസ്, ബിക്കോസ് എക്സ്ട്രാ ഓർഡിനറി ഫാക്ടേഴ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ സ്ട്രെസ് ലെവൽ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തപ്പോൾ നമ്പർ ഓഫ് റിസർച്ചേഴ്സ് ചെയ്ത സമയത്ത് അൾസർ ഉണ്ടാകുന്നതിന് റീസൺ, ആർത്രൈറ്റീസ്, ക്യാൻസർ, ഹാർട്ട് ഡിസീസുകൾ, ഇതെല്ലാം സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആൻഡ് എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു അവോയ്ഡ് സ്ട്രെസ് ടു കീപ്പ് എംപ്ലോയീസ് ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ഫോർ അച്ചീവിങ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതാണ് സൈക്കോളജിക്കൽ ഇഫക്റ്റ്. ആദ്യത്തെ ഫിസിയോളജിക്കലാണ്, ഇനി സൈക്കോളജിക്കൽ ഇഫക്റ്റ് വരുന്നത്. അങ്ങനെ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ അഫക്റ്റ് ചെയ്യുന്ന ബോഡിയെ മാത്രമല്ല അതിൻ്റെ മൈൻഡിനെയും അഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ മനസ്സും ശരീരവും, ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ വശങ്ങളാണ്. ഈ രണ്ടും ഹെൽത്തായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അത് ആഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആദ്യം മനസ്സ് തളരുന്നു, പിന്നീട് ആ ഒരു മനസ്സിൻ്റെ ധൈര്യമില്ലായ്മ നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, അങ്ങനെ മൊത്തത്തിൽ അവിടെ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ്. മെൻ്റൽ ടെൻഷനിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ വർക്ക് സ്ട്രെസ്സ് എപ്പോഴും മൈൻഡിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു, മെൻ്റൽ പ്രഷറിനെ. അത് നമ്പർ ഓഫ് ഫിസിയോളജിക്കൽ പ്രോബ്ലം, മനസ്സങ്ങോട്ട് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണമൊക്കെ ആദ്യം ശരീരത്തിൽ കാണും. അപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ പ്രശ്നമായി കഴിഞ്ഞാലോ നമുക്ക് മൊത്തത്തിൽ ആ ഒരു സ്ട്രെസ് നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വർക്ക് സ്ട്രെസ്സായിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സ് മൈൻഡിനെയും അതുപോലെ തന്നെ ബോഡീനെയൊക്കെ ഒരുപാട് വീക്കൺ ചെയ്യുന്നു, അതായത് ശക്തി ഇല്ലാത്തതായിട്ട് മാറ്റിയെടുക്കുക. മെൻ്റൽ ടെൻഷൻ വരുമ്പം അവിടെ ആ ഒരു ഹൈ BP ഒക്കെ ഉണ്ടാവുക. അതുപോലെ സൗണ്ട് മൈൻഡാണ് എപ്പോഴും നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കാൻ, നമുക്കൊരു ബോഡി ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ വർക്കിംഗ് കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞ് വരിക, സുപ്പീരിയർ എപ്പോഴും ഭയങ്കര ഹാർഷായിട്ട് സബോർഡിനേറ്റ് പെരുമാറേണ്ട അവസ്ഥ. അങ്ങനെ വരുമ്പോൾ അവരുടെ ആ വർക്ക് പ്രോബ്ലംസ് ഒന്നും സുപ്പീരിയറായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഹാർഷ് ബിഹേവിയർ വരുന്ന സമയത്ത് ഒരു എക്സസീവ് വർക്ക് പ്രഷറും ഒരു ക്രോണിക് ടെൻഷനൊക്കെ അവർക്ക് ഉണ്ടായിരിക്കാം. എപ്പോഴും സുപ്പീരിയേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒരു റെസ്പെക്റ്റ് സബോർഡിനേറ്റ്സിന് കിട്ടേണ്ടത് കിട്ടാതെ വരിക, അങ്ങനെ ഒരു അത് അവരുടെ ടെൻഷൻ ലെവൽ കൂട്ടുക. ആൻഡ് എംപ്ലോയീസ് കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രഷർ കൊടുക്കുമ്പം നോട്ട് ഏബിൾ ടു കോൺട്രിബ്യൂട്ട്, പുതിയതായിട്ട് അവരുടേതായ ഒരു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനോ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റാത്തൊരവസ്ഥ വരിക. അങ്ങനെ വരുമ്പോൾ അവരുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആ ഒരു പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാം അവിടെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് സൈക്കോളജിക്കൽ ഇഫക്റ്റായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ബിഹേവിയറൽ ഇമ്പാക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ശരീരത്തിനെ ബാധിക്കുന്നു, 2 മനസ്സിനെ ബാധിക്കുന്നു, 3 നമ്മുടെ സ്വഭാവത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ദ സ്ട്രെസ് അറ്റ് സ്റ്റൈഡ് ഹാവ് എൻ അൾട്ടിമേറ്റ് ഇമ്പാക്റ്റ് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ. ഇഫ് എ പേഴ്സൺ ഹാസ് നോട്ട് സൗണ്ട് മൈൻഡ് ആൻഡ് ബോഡി, നല്ലൊരു മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഹി കാൺ ബിഹേവ് പ്രോപ്പർലി, നല്ല രീതിയിൽ പെരുമാറാനും കൂടി അവർ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയുന്നില്ല. സ്ട്രെസ്ഡ് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ, അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ എന്തായി, മൊത്തത്തിൽ എല്ലാവരുമായിട്ടും
അവർ ഒരു മൂഡി ആയിട്ട് കാണപ്പെടുക, ലേസി ആയിട്ട്, ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ ഭയങ്കര ഷൈ ആയിട്ട്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടൊക്കെ കാണപ്പെടുക. ആൻഡ് റിസോർട്ട് ബാഡ് പ്രാക്ടീസസിലേക്ക്, അങ്ങനെ വഴിതെറ്റി പോകുന്നൊരവസ്ഥയിലേക്ക് വരിക സ്ട്രെസ്സ് കാരണം. കൂടുതലായിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയുള്ള ഒരുപാട് ബാഡ് ആയിട്ടുള്ള ഹാബിറ്റിലേക്ക് അവർ വഴിതിരിഞ്ഞ് വരിക എന്നുള്ളതാണ് പറയുന്നത്. അതെല്ലാം വിസിബിൾ ഫീച്ചേഴ്സ് ആണ് സ്ട്രെസ്ഡ് എംപ്ലോയീസിൻ്റെ. സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ആൽക്കഹോളിസം ഉണ്ടാവുക, സ്പെക്കുലേഷനിലേക്ക് പോവുക, ഫിഡ്ജറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മെനി സ്ട്രെസ്ഫുൾ എംപ്ലോയീസ് ആർ ഡ്രിങ്കേഴ്സ്. സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ പലരും ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. സ്ട്രെസ് വിൽ കോസ് ആബ്സെൻറ്റീസം ഇൻ ദ ഓർഗനൈസേഷൻ. അങ്ങനെ വരുന്ന സമയത്ത് അവർ ജോലിക്ക് തന്നെ റെഗുലറായിട്ട് വരാതിരിക്കുക. കാരണം മെൻ്റലി ആൻഡ് ബോഡി ഡിസേബിൾ പീപ്പിൾ ആർ റിലക്റ്റൻറ്റ് ടു ഡു വർക്ക്. അവർക്ക് ആ വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്താണ് ജോബ് സ്ട്രെസ്സ്, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ കോൺസിക്വൻസസ്. അത്രയാണ് ജോബ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ പറയുന്നതാണ് ഓർഗനൈസേഷണൽ സ്ട്രെസ് എന്താണെന്നുള്ളത്. ഓർഗനൈസേഷണൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ഓഫ് സ്ട്രെസ് ഇൻ ആൻ ഓർഗനൈസേഷൻ മേ ബി ഇൻഡിക്കേറ്റ് ജനറൽ ഡിറ്റീരിയേഷൻ. എംപ്ലോയ്മെൻറ്റ് റിലേഷനും അതിൻ്റെ മൊറാലിറ്റീനെയും വളരെയധികം ഇഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ എംപ്ലോയേഴ്സ് എപ്പോഴും അവെയർ ആവണം. ഈ ഒരു ഒരുപാട് ആളുകൾ ജോലിക്ക് വരാതിരിക്കുക, ലേറ്റ് ആവുക, ടേൺ ഓവർ ഉണ്ടാവുക, അവരുടെ ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യുക, ക്വാളിറ്റി കുറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് ഏറ്റവും വേഴ്സ്റ്റ് ആക്കി മാറ്റണം. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഹറാസ്മെൻറ്റും ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റാഫ് നീഡ്സും അതെല്ലാം അവിടെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായി. അവിടെ കൃത്യമായൊരു ലീഡർഷിപ്പ് ഇല്ലാതിരിക്കുക, ഒരു വർക്ക് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കുക, ഡെഡ് ലൈൻസും ഡിമാൻഡ്സും ഒക്കെ ഒരു കൺസൾട്ടേഷനും ഇല്ലാണ്ട് സെറ്റ് ചെയ്യുക, ഇൻഫ്ലെക്സിബിൾ ആയിരിക്കുക, ഹൈ ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കുക, കൃത്യമായിട്ട് എന്ത് ഡയറക്റ്റ് ചെയ്യണം, പർപ്പസ് എന്താ, ഒബ്ജക്റ്റീവ് എന്താ, റെസ്പോൺസിബിലിറ്റി എന്താ സ്റ്റാഫിനുള്ളതെന്ന് പോലും അവർക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ അത് വ്യക്തിനെ മാത്രമല്ല, അത് ഓർഗനൈസേഷനെ ഒരു സ്ട്രെസ്സിലെ കണ്ടീഷനിലേക്ക് മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ എപ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്? അവിടെ പ്രധാനമായിട്ടും ഡിമാൻഡ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിമാൻഡാണ്. എംപ്ലോയീസ് ഓഫൺ ബിക്കം ഓവർലോഡഡ് ഇഫ് ദേ കനോട്ട് കോപ്പ് വിത്ത് ദ എമൗണ്ട് ഓഫ് വർക്ക്. അവർക്ക് കൊടുക്കുന്ന ജോലിയും അവരുടെ ടൈപ്പ് ഓഫ് വർക്കും അവർ ചോദിക്കുന്ന അനുസരിച്ച് കൊടുക്കാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരിക. രണ്ടാമത്തേൽ കൺട്രോളാണ്. അപ്പോൾ എംപ്ലോയീസ് ക്യാൻ ഫീൽ ഡിസഫക്റ്റഡ് ആൻഡ് പെർഫോം പുവർലി ഇഫ് ദേ ഹാവ് നോ സേ ഓവർ ഹൗ ആൻഡ് വെൻ ദേ ഡു ദെയർ വർക്ക്. അതായത് എപ്പോൾ അവർ വർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വേണ്ട രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. സപ്പോർട്ട് ലെവൽ ഓഫ് സിക്ക് ആബ്സെൻസ് ഓഫൻ റൈസ് ഇഫ് എംപ്ലോയീസ് ഫീൽ ദേ കനോട്ട് ടോക്ക് ടു മാനേജേഴ്സ് അബൌട്ട് ഇഷ്യൂസ് ദാറ്റ് ആർ ട്രബിളിംഗ് ദം. ഓരോ എംപ്ലോയീസും എന്തൊക്കെ പ്രോബ്ലംസിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ ഇഷ്യൂസ് അവരുടെ മാനേജേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ വരിക, ഒരു സിക്ക് ആബ്സെൻസ് അവിടെ ആ ഒരു ലെവലിലേക്ക് വരിക. അപ്പോൾ ആ സപ്പോർട്ട് ഇല്ലാതെ വരുന്നതും ഓർഗനൈസേഷൻ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ റിലേഷൻഷിപ്പ്, നല്ല രീതിയിൽ എംപ്ലോയി ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാനോ ഗ്രീവൻസ് കേൾക്കാനോ അവരുടെ ഹരാസ്മെൻറ്റ് കുറയാനോ മിസ്കണ്ടക്റ്റോ പുവർ പെർഫോമൻസ് ഹാൻഡിൽ ചെയ്യാനൊന്നും ഒരു ഓർഗനൈസേഷന് സാധ്യമല്ലാത്തൊരവസ്ഥ. നെക്സ്റ്റ് റോള്, എംപ്ലോയീസ് വിൽ ഫീൽ ആങ്ഷ്യസ് അബൌട്ട് ദിയർ വർക്ക് ആൻഡ് ഓർഗനൈസേഷനും അവരുടെ വർക്കുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പം അവർക്ക് കിട്ടുന്ന റോള് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുക. ഇഫ് ദേ ഡോണ്ട് നോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദം. അവർക്ക് എംപ്ലോയീസിനെ അറിയുന്നില്ല ഈ ഫേമിലേക്ക് നമ്മുടെ എന്ത് ക്വാളിറ്റിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാൻ പറ്റാത്ത, അവരുടെ റോള് കൃത്യമായിട്ട് അറിയാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. ആൻഡ് ചേഞ്ച് നീഡ്സ് ടു ബി മാനേജ്ഡ് ഇഫക്റ്റീവ്ലി. മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങളെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ക്ലിയറായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അവ്യക്തതയിലേക്കും ഒരു ഇൻസെക്യൂരിറ്റിയും ഒക്കെ അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഓർഗനൈസേഷനിൽ സ്ട്രെസ് ഉണ്ടാവുമ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഡിമാൻഡ്, കൺട്രോള്, സപ്പോർട്ട്, റിലേഷൻഷിപ്പ്, റോള്, ചേഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ് സ്ട്രെസ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് സ്ട്രെസ്സ്, ജോബ് സ്ട്രെസ്സ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ കോസസ്, അതിൻ്റെ കോൺസിക്വൻസസ്, പിന്നെ ഓർഗനൈസേഷണൽ സ്ട്രെസ് എന്താണ്, അതിൻ്റെ മെയിൻ കോസസ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്